മനസ്സിൽ ജാതിഭേദവും മതദ്വേഷവും മായാതെ സൂക്ഷിച്ചുകൊണ്ട് സെക്യുലറിസം പറയുന്നവരുടെ കൂട്ടത്തിൽ വെള്ളാപ്പള്ളിയില്ല. അദ്ദേഹം അത് തുറന്നു പറയാനുള്ള ധൈര്യം കാണിക്കുന്നു. വെള്ളാപ്പള്ളി നടേശൻ ഒരു സമുദായ നേതാവാണ്. ഈഴവ സമുദായത്തിന്റെ ഭൗതികവും ആത്മീയവുമായ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കലാണ് അദ്ദേഹം നേതൃത്വം നൽകുന്ന സംഘടനയുടെ ലക്ഷ്യം. അദ്ദേഹം രാഷ്ട്രീയ നേതാവല്ല. അതുകൊണ്ട് രാഷ്ട്രീയ പ്രീണന പ്രസ്താവന നടത്താൻ അദ്ദേഹം ബാധ്യസ്ഥനുമല്ല. കേരളത്തിലെ ആകെ ജനസംഖ്യയിൽ ഏതാണ്ട് 27% വരുന്ന ഈഴവ സമുദായത്തിന്റെ നേതാവാണ് അദ്ദേഹം. മലപ്പുറം ജില്ലയിൽ 70% മുസ്ലിങ്ങളാണ്, 28% ഹിന്ദുക്കളും 2% ക്രിസ്ത്യാനികളുമുണ്ട്. 28% വരുന്ന ഹിന്ദുക്കളിൽ 20% പേരും തീയ സമുദായാംഗങ്ങളാണ്. എന്നാൽ 28% വരുന്ന ഹിന്ദുക്കൾ അവിടെ അവഗണിക്കപ്പെട്ടവരാണ്. രാഷ്ട്രീയത്തിൽ പഞ്ചായത്ത് തലത്തിൽ പോലും അവർക്ക് സ്വാധീനമില്ല. സാമ്പത്തിക സാമൂഹ്യ രംഗങ്ങളിലെ കാര്യം വിശേഷിച്ച് പറയാനുമില്ല. 70% വരുന്ന മുസ്ലിങ്ങൾ ഭൂമിയുടെയും സമ്പത്തിന്റെയും 90% അവിടെ കൈയടക്കി വെച്ചിരിക്കുന്നു. സംശയമുള്ളവർ ഇത് സംബന്ധമായ ഒരു സർവേ നടത്താൻ തയ്യാറാകണം. മലപ്പുറത്ത് വെള്ളാപ്പള്ളി നടേശന്റെ സമുദായ അംഗങ്ങൾ സാമ്പത്തികമായി അതിദരിദ്രരാണ്. അവരാണ് തൊഴിലുറപ്പ് ജോലിക്കാരിൽ 90%. പഞ്ചായത്ത് വാർഡ് മെമ്പർ മുതൽ MLA MP സ്ഥാനങ്ങളിൽ ഒന്നും അവിടുത്തെ ഹിന്ദുക്കൾക്ക്, വിശേഷിച്ചും പിന്നോക്ക ഹിന്ദുക്കൾക്ക് യാതൊരു പ്രാതിനിധ്യവുമില്ല. അവർക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ല, സാമ്പത്തിക അധികാര കേന്ദ്രങ്ങളില്ല. എല്ലാ രംഗത്തും അവഗണിക്കപ്പെട്ടവരാണ് അവർ. സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക മേഖലകളിലെ അധികാര കേന്ദ്രങ്ങളെല്ലാം മുസ്ലിം ജനവിഭാഗത്തിന്റെ കീഴിലാണ്. സ്വാഭാവികമായും അവശത അനുഭവിക്കുന്ന ജനങ്ങളുടെ നേതാവെന്ന നിലയിൽ അക്കാര്യം തുറന്നു പറയാൻ ബാധ്യസ്ഥനാണ് വെള്ളാപ്പള്ളി. മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ കക്ഷിയാണ്. അവരുടെ ലക്ഷ്യം മുസ്ലിം സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കലും. ഇക്കാര്യം അവർ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിട്ടുമുണ്ട്. ഈ സാഹചര്യത്തിലാണ് മലപ്പുറം വിഭജിക്കുകയും മുസ്ലിങ്ങൾക്ക് ആധിപത്യമുള്ള മറ്റൊരു ജില്ല രൂപീകരിക്കുകയും വേണമെന്ന മുസ്ലിം നേതാക്കളുടെ ആവശ്യം പ്രസക്തമാകുന്നത്. മുസ്ലിം ആധിപത്യം വന്ന മലപ്പുറം ജില്ലയിൽ മുസ്ലിം ഇതരർക്ക് നീതി കിട്ടുന്നില്ല എന്നത് വസ്തുതയാണ്. സ്വാഭാവികമായും മുസ്ലിം ആധിപത്യമുള്ള മറ്റൊരു ജില്ല കൂടി രൂപീകരിക്കപ്പെട്ടാൽ അവിടെയും മുസ്ലിം അല്ലാത്തവർ അവഗണിക്കപ്പെടും എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. മുസ്ലിങ്ങൾ നിയന്ത്രിക്കുന്ന ഭരണ സംവിധാനം വന്നാൽ അമുസ്ലിങ്ങളുടെ ജീവിതം നരകമായി തീരുമെന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാകില്ല. കാരണം ലോകത്തിലെ എല്ലാ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിലും പ്രദേശങ്ങളിലും അമുസ്ലിങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു എന്നത് വസ്തുതയാണ്. ഇന്ത്യയിൽ നിന്നും 1947 വേർപെട്ടു പോയ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും മുസ്ലിം ഇതര ജനവിഭാഗങ്ങളുടെ ജനസംഖ്യ വലിയ തോതിൽ കുറഞ്ഞപ്പോൾ ഹിന്ദു ഭൂരിപക്ഷമുള്ള ഇന്ത്യയിൽ മുസ്ലിം ജനസംഖ്യ ഉയർന്നതും കാണാതിരിക്കരുത്. അതുകൊണ്ട് കാന്തപുരവും മറ്റ് മുസ്ലിം നേതാക്കളും നിർദ്ദേശിക്കുന്ന തരത്തിൽ സംസ്ഥാന ഭരണം നിയന്ത്രിക്കപ്പെട്ടാൽ ഹിന്ദുക്കൾ, വിശേഷിച്ചും ഈഴവർ അനീതിക്കിരയാകുമെന്ന് അദ്ദേഹം പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. ലോകത്തിലെ മുസ്ലിം മതരാഷ്ട്രങ്ങളിലെങ്ങും സെക്യുലറിസം നടപ്പാകുന്നില്ല. അവിടെ മത സ്വാതന്ത്ര്യവുമില്ല. കാരണം ഇസ്ലാം മതം ഇതര മതങ്ങളെ ഈശ്വര നിഷേധ സംഘങ്ങളായിട്ടാണ് കാണുന്നത്. ഖുർആൻ വിശ്വാസമനുസരിച്ച് ഇസ്ലാം മാത്രമാണ് ശരിയായ മതം. ബാക്കി മതങ്ങളെല്ലാം തെറ്റാണ്. കാരണം ആ മതങ്ങളെല്ലാം ഈശ്വര നിന്ദ നടത്തുന്നു. ദൈവനിന്ദ വധശിക്ഷ അർഹിക്കുന്ന കുറ്റകൃത്യമാണ്. അതുകൊണ്ട് ഇതര മതസ്ഥർക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം നൽകുക എന്ന് പറഞ്ഞാൽ ദൈവനിന്ദയെ പ്രോത്സാഹിപ്പിക്കുക എന്നാണ് അർത്ഥം. ഇക്കാര്യത്താൽ ഇസ്ലാം മതത്തിന് സർവമത സമവാദം അംഗീകരിക്കാനാവില്ല. ആയതിനാൽ ഇസ്ലാമിന്റെ നിയന്ത്രണത്തിന് വഴങ്ങുക എന്നാൽ ഇതര മത സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുക എന്നാണ് അർത്ഥം. ഈ ഭയം വെള്ളാപ്പള്ളിക്ക് മാത്രമല്ല, മറ്റൊരുപാട് പേർക്കുമുണ്ട്. ഭയം കൊണ്ടാണ് അവർ അക്കാര്യം തുറന്നു പറയാൻ മടിക്കുന്നത്. രാഷ്ട്രീയ മുന്നണികൾക്ക് വോട്ട് ചോരുമെന്ന ഭയം. പല ഹൈന്ദവ സമുദായങ്ങളും ഇസ്ലാമിക ഭീതി മൂലവും ഒന്നും മിണ്ടുന്നില്ല. ക്രൈസ്തവ മതവിഭാഗങ്ങൾ തങ്ങളുടെ അശക്തി മൂലവും ഇസ്ലാമിന് വഴങ്ങുന്നു. അതുകൊണ്ടാണ് ലവ് ജിഹാദിന്റെ ഇരകളായിട്ടും അവർ നിശബ്ദരാകുന്നത്. സാംസ്കാരിക, അക്കാദമിക, സാഹിത്യക, മാധ്യമ പ്രവർത്തകരാകട്ടെ ഇസ്ലാമിക ഫണ്ടിങ്ങിന്റെ ഗുണഭോക്താക്കളുമാണ്. അവരുടെ ഒത്താശയോടെയാണ് ഒരു മുസ്ലിമും ഒരു ക്രൈസ്തവനും ഒരു ഹിന്ദുവും മതചിഹ്നങ്ങൾ അണിഞ്ഞ് ഒന്നിച്ചേർന്ന് മതസൗഹാർദ്ദം ഉറപ്പിക്കുന്നത്. പ്രച്ഛന്ന വേഷ മത്സരത്തെ ഓർമ്മിപ്പിക്കുന്ന ഈ കാഴ്ച കാണികളിൽ അവമതിപ്പുണ്ടാക്കുന്ന കാര്യം അവർ അവഗണിക്കുന്നു. മനസ്സിൽ ജാതിഭേദവും മതദ്വേഷവും മായാതെ സൂക്ഷിച്ചുകൊണ്ട് സെക്യുലറിസം പറയുന്നവരുടെ കൂട്ടത്തിൽ വെള്ളാപ്പള്ളിയില്ല. അദ്ദേഹം അത് തുറന്നു പറയാനുള്ള ധൈര്യം കാണിക്കുന്നു. അത്രമാത്രം.